എല്ലാവർക്കും നമസ്കാരം. കേരള PSC ഭാഗത്തു നിന്നും ധാരാളം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ധാരാളം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ നിന്നും 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്ന് സ്വീപ്പർ ഫുൾ ടൈം, രണ്ടാമത്തത് കേരള ഫോറസ്റ്റ് ഓഫീസർ, മൂന്നാമത്തത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് 30/8/2024 മുതൽ 3/10/2024 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 3 ഒക്ടോബർ വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേരള PSC വൺ ടൈം പ്രൊഫൈൽ വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 286/2024 കാറ്റഗറി നമ്പർ. നെയിം ഓഫ് ഫെയിം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ്. സ്വീപ്പർ ആണ്, ഫുൾ ടൈം ആണ് തസ്തിക. 16,500 മുതൽ 37,700 വരെ സാലറി ലഭിക്കുന്നതാണ്. കൂടാതെ അലവൻസും കാർഡിൽ ലഭിക്കുന്നതാണ്. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് ജനറൽ കാൻഡിഡേറ്റ്സിന്. ഇതിൽ 3 വയസ്സിലെ OBCക്കും 5 വയസ്സിലെ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. 2/1/1988 മുതൽ 1/1/2006 വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ ലിറ്ററസി ഉള്ളവർക്ക്, മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. സോ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരള PSC കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്. 277/2024 കാറ്റഗറി നമ്പർ. 3/10/2024 വരെ അപേക്ഷിക്കാം. 55,200 രൂപ മുതൽ 1,15,300 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റിൽ ലഭിക്കുന്ന അലവൻസും കാർഡിൽ ലഭിക്കുന്നതാണ്. 2 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19 മുതൽ 31 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 2/1/1993 1/1/2005 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിൽ 3 വർഷത്തിലെ OBCയും 5 വർഷത്തിലെ SC/ST കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അഗ്രികൾച്ചർ, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ഫോറസ്ട്രി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിക്സ്, വെറ്ററിനറി സയൻസ് ആൻഡ് സുവോളജിയാണ് ഡിഗ്രി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗിൽ അഗ്രികൾച്ചർ, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ മെക്കാനിക്കൽ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഹൈറ്റ് 163 സെന്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 150 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം വാക്കിൻ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, മുസ്ലിംസ്, SCC തുടങ്ങിയ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 17 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 27,900 മുതൽ 63,700 വരെ സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റിലേക്ക് അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 302/2024 മുതൽ 304/2024 വരെയാണ് കാറ്റഗറി നമ്പർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 39 വയസ്സ് വരെയാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC അതുപോലെ കേരള PSC ജോലിയിൽ നോക്കുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.